പാഠപുസ്തകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് LDC ലെവലുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, G20 രാജ്യങ്ങളുടെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. രാജ്യാന്തര വ്യാപാരത്തിന്റെ 75% ഉൽപാദനം, ഇതാണ് ഉൾപ്പെടാത്തത്. എന്നാൽ ഉൾപ്പെടുന്നവയാണ് ആഗോള സാമ്പത്തിക വളർച്ച പുനഃസ്ഥാപിക്കുക, രാജ്യാന്തര സാമ്പത്തിക വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുക, രാജ്യാന്തര ധനകാര്യ സ്ഥാപനങ്ങളുടെ നവീകരണം. ഇത് മൂന്നും അതിൽ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവയാണ്. ഇന്ത്യൻ നാവികനായ അഭിലാഷ് ടോമി സമുദ്രമാർഗം ലോകം ചുറ്റി സഞ്ചരിച്ച് മുംബൈയിൽ എത്തിയത് എന്നാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 2013 മാർച്ച് 31. സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. വൈകുണ്ഠ സ്വാമികൾ. താഴെ പറയുന്നവയിൽ ഉഷ്ണ മരുഭൂമിയിലെ ഗോത്രവർഗങ്ങൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ എ ആണ്. 2ഉം 4ഉം. ബുഷ്മൻ, ത്വാറക്, ഇത് രണ്ടുമാണ് ഉഷ്ണമേഖല മരുഭൂമിയിലെ ഗോത്രവർഗ വിഭാഗങ്ങൾ. ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. കൈലാസ് സത്യാർത്ഥി. മീൻ വിറ്റ് പകരം നേടിയ നെൽക്കൂമ്പാരം കൊണ്ട് വീടും ഉയർന്ന തോണികളും തിരിച്ചറിയാൻ പാടില്ലാതായി. ഈ വരികൾ ഉൾക്കൊള്ളുന്ന സംഘകാല കൃതി തിരിച്ചറിയുക. ആൻസർ ഓപ്ഷൻ ബി ആണ്. പുറനാനൂറ്. ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കൾ. ആൻസർ ഓപ്ഷൻ എ ആണ്. മൂലധനം. 2022 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൽ ഗോൾഡൻ ബൂട്ട് ലഭിച്ച കളിക്കാരൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. കിലിയൻ എംബാപ്പെ. 2013 ഒടുവിൽ സൗരയൂഥത്തിൽ എത്തിയ വാൽനക്ഷത്രം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ഐസൺ. മധ്യകാല യൂറോപ്പിൽ സ്പെയിനിൽ നിലനിന്നിരുന്ന സർവകലാശാല ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. പാർമ. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയുടെ മാനക രേഖാംശം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 82°30 ഈസ്റ്റ്. ഇന്ത്യയിൽ കൂടി കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 23°30 നോർത്ത്. ഇന്ത്യയുടെ അക്ഷാംശീയ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര കോണീയ അളവാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 30°. ഹിമാനിയുടെ കനമേറിയ ഒരു നിക്ഷേപണ ഭൂരൂപം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. കരേവ. കൃഷി അധിഷ്ഠിത വ്യവസായം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. പഞ്ചസാര വ്യവസായം. ഇന്ത്യയിലെ ആദ്യ തുറമുഖാധിഷ്ഠിത ഉരുക്കുശാല സ്ഥാപിതമായ പ്രദേശം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. വിശാഖപട്ടണം. ഹിമാചൽ പ്രദേശ് ടിബറ്റ് പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഷിപ്കില. ഒരു പാരമ്പര്യ ഊർജ സ്രോതസ് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. കൽക്കരി. ഇന്ത്യയിൽ ഗ്രാമീണ റോഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായ വസ്തുത ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 2 എന്നിവ മാത്രം ശരിയാണ്. ഗ്രാമങ്ങളെ ആഭ്യന്തര സഞ്ചാരം ഉറപ്പാക്കുന്നു. ഈ റോഡുകളുടെ നിർമ്മാണവും പരിപാലനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നിർവഹിക്കുന്നത്. ഈ 2 പോയിന്റും ശരിയാണ്. ഏതു വർഷമാണ് ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ടത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. 1986. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. രമാഭായി. തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവിന് വേണ്ടി ഗാന്ധിജി നടത്തിയ സത്യാഗ്രഹ സമരം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. അഹമ്മദാബാദ് സത്യാഗ്രഹം. ഗാന്ധിജി കൈസർ-ഇ-ഹിന്ദ് ബഹുമതി ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ നൽകിയത് ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചിട്ടാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഗൈഡ് ലിയു. ചൗരി ചൗര സംഭവം നടന്ന വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 1922.
1953 രൂപം കൊടുത്ത സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ് ഫസൽ അലി. ഇന്ത്യൻ താഷ് കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിക്കുന്ന പ്രമേയം പാസാക്കിയ സമ്മേളനം എവിടെ വച്ചാണ് നടന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ലാഹോർ സമ്മേളനം. 1940 ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിന് വേണ്ടി ഗാന്ധിജി ആദ്യം തിരഞ്ഞെടുത്തത് ആരെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് വിനോബ ഭാവെ. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്ന ധീര വനിത ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് അരുണ ആസിഫ് അലി. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് രാജാറാം മോഹൻ റോയ്. 1924 ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് CK ലക്ഷ്മണൻ. കേരളത്തിന്റെ വിസ്തൃതി എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് 38,863 ചതുരശ്ര കിലോമീറ്റർ. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ആലപ്പുഴ. കേരളത്തിൽ ഏറ്റവും അധികം വനമേഖലയുള്ള ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ട് കായൽ ഏതെല്ലാം ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്നു? ആൻസർ ഓപ്ഷൻ ഡി ആണ് ആലപ്പുഴ, കോട്ടയം, എറണാകുളം. കേരളത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ ആനമുടിയുടെ ഉയരം എത്ര? ആൻസർ ഓപ്ഷൻ ബി ആണ് 2695 മീറ്റർ. കേരളത്തിൽ എത്ര പട്ടികജാതി സംവരണ നിയോജക മണ്ഡലങ്ങൾ ഉണ്ട്? ആൻസർ ഓപ്ഷൻ ബി ആണ് 14. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രൂപീകൃതമായത് ഏത് വർഷത്തിലാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് 2005. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന മൺസൂൺ കാലം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി ആണ് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. കേരള നിയമസഭ കേരള പഞ്ചായത്ത് രാജ് നിയമം പാസാക്കിയ വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് 1994. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവിനെ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി ആണ് EMS നമ്പൂതിരിപ്പാട്. 1921 അഖില കേരളാടിസ്ഥാനത്തിലുള്ള പ്രഥമ രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെ വച്ചാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ഒറ്റപ്പാലം. ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെൺനീച്ച ഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് വൈകുണ്ഠ സ്വാമികൾ. ഋതുമതി എന്ന നാടകത്തിന്റെ രചയിതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് പ്രേംജി. തിരുവിതാംകൂർക്കാർക്ക് എന്ന ആശയത്തോടു കൂടി ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട നിവേദനം ഏതായിരുന്നു? ആൻസർ ഓപ്ഷൻ ഡി ആണ് മലയാളി മെമ്മോറിയൽ. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മാരംകുളം എന്ന സ്ഥലത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്ക് ഒരു യുദ്ധവിരുദ്ധ ജാഥ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് കുമാരഗുരുദേവൻ. സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കേരളത്തിൽ കേളപ്പന്റെ നേതൃത്വത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്നത് എവിടെ വച്ചാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് പയ്യന്നൂർ. 1904 അധസ്ഥിതർക്ക് മാത്രമായി ഒരു വിദ്യാലയം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് അയ്യങ്കാളി. കയ്യൂർ സമരം നടന്ന വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് 1941 മാർച്ച് 28. കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണി ജാഥ നടത്തിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് AK ഗോപാലൻ. ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് സ്വത്ത് സമ്പാദിക്കാനുള്ള സ്വാതന്ത്ര്യം. ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് മാഡം ഭിക്കാജി കാമ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ചീഫ് ജസ്റ്റിസ്. 2019 ഭേദഗതി പ്രകാരം സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി.
ഇന്ത്യൻ പൗരന്റെ മൗലിക കടമകളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി ആണ്, പൗരാവകാശങ്ങൾ സംരക്ഷിക്കുക എന്നതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, വജാഹത്ത് ഹബീബുള്ള. ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് വജാഹത്ത് ഹബീബുള്ള. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ എ ആണ്, ആനന്ദമഠം. മൗലിക അവകാശങ്ങളിലെ അവസര സമത്വം ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പ് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 16-ാം വകുപ്പ്. അശോക സ്തംഭം ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായി അംഗീകരിച്ചത് എന്നാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 1950 ജനുവരി 26. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഏതു ഭാഷയിലാണ് രചിക്കപ്പെട്ടത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ബംഗാളി. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ചുവടെ നൽകിയിരിക്കുന്നതിൽ ശരിയായവ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ ആണ്, 2, 4 എന്നിവ ശരിയാണ്. അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടു. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം മൗലിക അവകാശമാണ്. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. മാംസാഹാരികൾക്ക് ആഹാരം കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, കോമ്പല്ല്. ശരീരത്തിലെ പ്രധാന വിസർജനാവയവം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, വൃക്ക. അസ്കോർബിക് അമ്ലം എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ജീവകം സി. കേരളത്തിലെ നഗരത്തിലെ ചേരിയിൽ താമസിക്കുന്നവരുടെ സംരക്ഷണത്തിനായി ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഉഷസ്. തൊണ്ടമുള്ളിന് അല്ലെങ്കിൽ ഡിഫ്തീരിയ കാരണമായ രോഗാണു ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ബാക്ടീരിയ. താഴെ തന്നിരിക്കുന്നവയിൽ സങ്കരയിനം പച്ചമുളക് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഉജ്ജ്വല. ചണച്ചെടിയുടെ ഏതു ഭാഗത്തു നിന്നാണ് ചണനാരുകൾ ലഭിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, തണ്ട്. കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, കോന്നി. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, മേധാ പട്കർ. ഹരിതഗൃഹ വാതകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാതകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, കാർബൺ ഡൈ ഓക്സൈഡ്. ഐസ് നിർമ്മിക്കുമ്പോൾ വേഗത്തിൽ ഘനീഭവിക്കുന്നതിനും താഴ്ന്ന താപനില ലഭിക്കുന്നതിനും വേണ്ടി ചേർക്കുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, അമോണിയം ക്ലോറൈഡ്. മനുഷ്യ ശരീരത്തിൽ ആഹാരം ഒരു വാതകവുമായി പ്രവർത്തിച്ചാണ് ഊർജം ഉണ്ടാകുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓക്സിജൻ. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിന്റെ ഏറ്റവും ചെറിയ കണിക ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, തന്മാത്ര. തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വാതകം കടത്തിവിടുമ്പോൾ ഉണ്ടാകുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, കാൽസ്യം കാർബണേറ്റ്. ചുവടെ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ ധാന്യകത്തിലും മാംസ്യത്തിലും പൊതുവായി അടങ്ങിയിട്ടുള്ളത് ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ സി ആണ്, 1ഉം 2ഉം, ഹൈഡ്രജനും കാർബണും. പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന നിറം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, മഞ്ഞ. താഴെ തന്നിരിക്കുന്നവയിൽ സമ്പർക്ക ബലം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഘർഷണ ബലം. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ബുധൻ. മാധ്യമത്തിന്റെ സഹായമില്ലാതെ തന്നെ താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, വികിരണം. ഡാഷ് വസ്തുവിന്റെ ഭാരം 0 ആയിരിക്കണം? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഭൂമിയുടെ കേന്ദ്രഭാഗത്ത്. ഈ 80 GK ആണ് അന്നത്തെ എക്സാമിന് ഉണ്ടായിരുന്നത്. താങ്ക് യു.